ആൾക്കാന്മാരെ, ഇന്നൊരു വെരി 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 സ്പെഷ്യൽ ഡേ ആണ്. അമ്മാമ എന്താണെന്ന് പറഞ്ഞു. അത്തപ്പൂന്നുള്ളി തൃത്തപ്പൂന്നുള്ളി ഒല്ലോലം പാടി പൊന്നു ഞാനാടി. അപ്പൊ ഇന്ന് അത്തം 10 തിരുവോണം. ഇടാനുള്ള തിരക്കൊക്കെയാണ്. എനിക്ക് പാടാനറിയില്ല കേട്ടോ, ക്ഷമക്കരം. പാടാനൊക്കെ അറിയാൻ വെറുതെ ഇങ്ങനെ. ഇന്ന് എൻ്റെ ഒരു നോളേജ് വെച്ചിട്ട് ലൈക്ക് ഓണത്തിന് 10 days ഉണ്ട്. അപ്പൊ ഇന്നാണ് ഫസ്റ്റ് ദിവസം. ഫസ്റ്റ് ദിവസം എന്തോ അത്തം അങ്ങനെ എന്തോ പറഞ്ഞൊരു സാധനമാണ്. എനിക്കറിയാം, മമ്മിക്ക് അറിയാവുന്ന വേണ്ടി ഞാൻ ചോദിച്ചു. എന്തുകൊണ്ടാ പാപ്പുന് സ്കൂൾ ഹോളിഡേ? അത്തമായതുകൊണ്ട്. അത്തച്ചമയം നമ്മള് ചോയ്സ് സ്കൂളിന്റെ അവിടെ തൃപ്പൂണിത്തുറയിൽ അത്തച്ചമയം ഇസ് എ വെരി വെരി ബിഗ് ഫെസ്റ്റിവൽ. അവിടെ തൃപ്പൂണിത്തുറയില് അവിടെ കൊറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പാപ്പ പോയിട്ടില്ല, മമ്മി കുഞ്ഞിലെ പാപ്പ കൊണ്ടുപോയി കാണിച്ചിട്ടുണ്ട്. അപ്പൊ അത്തച്ചമയത്തിന്റെ ഒക്കെ ഇതായത് കൊണ്ടാണ് ഇന്ന് പാപ്പുന് ഹോളിഡേ. എല്ലാ സ്കൂളിലൊന്നും ഹോളിഡേ ഇല്ല, അറിയോ? സോ വാട്ട് ആർ യു ഗോയിങ് ടു ഡു നൗ? പൂക്കളം. അപ്പൊ കുറച്ച് പോകുള്ളൂ. അപ്പൊ ഒരു കുഞ്ഞ് ലൈക്ക് പൂക്കളാണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് അതിലേക്ക് കിടക്കാം. ഓക്കെ, നമ്മളെന്ത് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിട്ട് ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്, രസിക ചേച്ചി. രാവിലെ നമ്മൾ ചെയ്തിട്ട് എന്താ പിച്ചി ഇട്ടു എന്നാണ് പറയുക, അങ്ങനെ എന്താ പറയുക. അപ്പൊ അത് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് തുടങ്ങാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ഫോളോ ചെയ്യാൻ പോണത് ഒരു വെരി സിമ്പിൾ ഡിസൈനാണ്. ഇങ്ങനത്തെ ഒരു ഡിസൈനാണ്. കാരണം നമ്മൾ കുറച്ചുകൂടി കളറൊക്കെ ഇട്ടിട്ടാണ് ചെയ്യാൻ പോണത്. നമുക്ക് അത്രയും ഫ്ലവറും അത്രയും ഡിഫറെൻറ്റ് ലൈക്ക് വെറൈറ്റി ആയിട്ടുള്ളത് ഒന്നും കിട്ടിയില്ല. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക എന്ന് നമുക്ക് നോക്കാം. ഓക്കെ ചേച്ചി, നമ്മളെന്താണ് ഫസ്റ്റ് ചെയ്യാൻ പോണത്? എന്താണ് ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത്? ഫസ്റ്റ് ആയിട്ട് നടുക്ക് തന്നെ ഒരു അടിപൊളി ഫ്ലവർ ആയിട്ട് വെച്ചിട്ടുണ്ട്. എന്താ ഫ്ലവറിന്റെ പേര്? താമര. എനിക്കറിയാം, മമ്മിക്കറിയാന്ന് വേണ്ടി ഞാൻ ചോദിച്ചതാണ്. ഇത് നടുക്ക് വെച്ചു. പിന്നെന്തോ കഥയില്ലേ? കഥ ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് ശരിക്ക് ഈ ചാണകത്തിൽ മെഴുകും. ചാണകം കൊണ്ട് തറ മെഴുകിയിട്ട് അതിൻ്റെ ഉള്ളിൽ ചാണകം ഉണ്ട പോലെയാക്കി നടുക്ക് വെച്ച് അതിലൊരു തുളസിക്കതിര് വെച്ച് അല്ലെങ്കിൽ തുമ്പക്കതിരോ എന്തെങ്കിലും വെച്ചിട്ട് ഫസ്റ്റ് ഇടുന്നത് തുമ്പപ്പൂവാണ്. വെള്ള താറാവ് പോലെയുള്ള തുമ്പപ്പൂ. അതൊക്കെ അന്യം നിന്ന് പോവുകയാണ് ഇപ്പോൾ. ഇവിടെ ടൗണുകളിലൊന്നും ഇങ്ങനെയൊക്കെ ചെയ്യാനേ പറ്റുള്ളൂ. അപ്പം അത് കാരണം അതിപ്പോൾ നമുക്ക് പാപ്പുവിൻ്റെ അത്തപ്പൂക്കളത്തിന് താമരപ്പൂവേ ഉള്ളൂ. അപ്പോൾ താമരപ്പൂ ചാണകം കിട്ടാനേനില്ല. ഇടുപോലെ ഇട് മാച്ച് ചെയ്ത് റെഡ് മഞ്ഞ ആയിരിക്കില്ലേ കറങ്ങിട്ട്. ഓറഞ്ച് കളറാണ് ഇടാൻ പോകുന്നത്. അപ്പൊ അമ്മാമ്മയുടെ ലൈക്ക് ഓൾഡായ അമ്മാമ്മ ചെറുതായിരുന്നപ്പോൾ അമ്മാമ്മയും അമ്മാമ്മയുടെ സിബ്ലിങ്സ് ആയിട്ട് എങ്ങനെയാണ് സെലിബ്രേറ്റ് ചെയ്തത് ഓണമൊക്കെ? ഞങ്ങളുടെ ഓണം എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് സ്കൂൾ അടച്ച് എക്സാം കഴിഞ്ഞ അപ്പം ഞങ്ങളുടെ സന്തോഷത്തിൻ്റെ ദിവസങ്ങളാണ്. അത്തം തുടങ്ങി 10 നാൾ തിരുവോണത്തിൻ്റെ ഒരുക്കങ്ങളാണ്. ശരിക്കും പറയുമ്പോൾ അത്തത്തിന് നിറയെ പൂക്കളം തലേ ദിവസം തന്നെ ഈ പൂക്കളത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് പൂക്കട്ട ഉണ്ടാക്കും. പൂക്കൊട്ട
അല്ല, പൂവിൻ്റെ കൊട്ട എല്ലാവരുടെയും കയ്യിലുണ്ടാവും ഓരോരോ കൊട്ടകൾ ഇങ്ങനെ അളി വെച്ചിട്ട് നെയ്ത് വള്ളിമല അങ്ങനെയൊക്കെ നമ്മൾ അങ്ങനെ പൂ പറിക്കാൻ പോയിട്ടുള്ള ഒരുപാട് പേരുണ്ടെങ്കിൽ നമ്മുടെ ഈ പാപ്പുവിൻ്റെ ഇതിനകത്ത് കമൻ്റ് ഇടണം കേട്ടോ. അങ്ങനെ പോയിട്ടുള്ളവർ ചെറിയ തോട്ടി ഉണ്ടാവും പാടത്തും പറമ്പിലും തൊടിയിലും തുമ്പപ്പൂവും തെച്ചിപ്പൂവും പീച്ചിപ്പൂ ഉച്ചപ്പൂ കാക്കാപ്പൂ തുമ്പപ്പൂ കോളാമ്പിപ്പൂ ചെത്തി ചെമ്പരത്തി എന്തെല്ലാം തരം പൂക്കളായാണ് കിട്ടണേന്ന് അറിയാമോ. ഇപ്പോൾ ഒരു കോളാമ്പി ഉണ്ട്, ഒരു ചെമ്പരത്തി ഉണ്ട്, ഇതുണ്ട്, ജമന്തി ഉണ്ട്, റോസ് ഒക്കെ കൃത്രിമ പൂക്കളാണ്. കൃത്രിമല്ല എന്നാലും ചെമ്പരത്തി അങ്ങനെയാണ്. അപ്പൊ അത് ആ ഒരു കാലത്ത് ഞങ്ങളൊക്കെ ഉരുണ്ട് വീഴുന്നേ. കുളത്തിന്റെ അരുവത്തൊക്കെ കോളാമ്പി ഇങ്ങനെ മഞ്ഞ കോളാമ്പി എന്ന് പറഞ്ഞ ചെടിയുണ്ട്, മഞ്ഞ കോളാമ്പി. അത് മഞ്ഞ കോളാമ്പി എന്ന് പറഞ്ഞൊരു ചെടിയുണ്ട്. അത് നമ്മളിങ്ങനെ തോട്ടി വെച്ചിട്ട് ഇങ്ങനെ പുഴയിലേക്കൊക്കെ ഇങ്ങനെ കുളത്തിലേക്കൊക്കെ ഇങ്ങനെ ചാഞ്ഞു കിടക്കും. ഇച്ചിരി വേലിയിൽ നിൽക്കുന്നത്, പൊക്കത്തുള്ള വേലിയിലൊക്കെ നിൽക്കുന്നതാണ് മഞ്ഞക്കോളം. നാട്ടുമ്പുറത്തൊക്കെ ഇത് ഇപ്പോഴും ഉണ്ട് കേട്ടോ. അത് പറിക്കാനായിട്ട് നമ്മൾ പോകുമ്പോൾ തോട്ടിയും വടി എടുത്തിട്ട് കൊട്ട നിറച്ചിട്ട് എന്നിട്ട് ഈ അത്തപ്പൂ ഇട്ട് കഴിഞ്ഞിട്ട് ശരിക്കും ഹിന്ദുക്കൾ മാത്രമുള്ള ഒരു ഏരിയ, ഹിന്ദുക്കളും ക്രിസ്ത്യൻസും മാത്രമുള്ള ഒരു ഏരിയയിലാണ് എൻ്റെ വീടായിരുന്നത്. അപ്പം എല്ലാ വീട്ടിലും പൂക്കളം ഇടും, ഞങ്ങളും ഇടും. ഞാനൊക്കെ പൂ പറിക്കാൻ പോകട്ടോ. ഓണം എന്ന് പറയുമ്പോൾ തന്നെ പൂ പറിക്കാൻ പോകണം, അതിന് പോകണം. അത് കേരളീയർ എല്ലാവരും ഒരേപോലെ ആഘോഷിക്കുന്ന ഒരു ഉത്സവമായതുകൊണ്ട് നമ്മളൊക്കെ പൂക്കളമൊക്കെ ഇടും കേട്ടോ. അപ്പം അങ്ങനെ പൂ പറിച്ച് കൊണ്ടുവന്ന് പൂ ഇട്ടിട്ട് പല തരത്തിലുള്ള പൂക്കളാണ് ഇടണത്. പൂക്കളിട്ട് എന്ത് മത്സരം പോലെയാണ്. എന്നിട്ട് ഓരോ വീട്ടിൽ പൂക്കളം ഇട്ടിട്ട് ഓടും ഞങ്ങൾ. ഏത് വീട്ടിലെ പൂക്കളം കാണാനാണ് ഭംഗിയെന്ന് അറിയണത്. അപ്പം ഞങ്ങളുടെ അവിടെ ഒരു ഈ കൊല്ലന്മാരുണ്ട്, രാജമ്മ ചേച്ചി. അയ്യോ, രാജമ്മ ചേച്ചിയുടെ കളമാണ് ഏറ്റവും രസം. രാജമ്മ ചേച്ചി ഇത് കേൾക്കണ്ടോന്നറിയില്ല. ഞങ്ങൾ എന്നിട്ട് അവിടെ പോയിട്ട് ചേച്ചി ചെയ്യണതൊക്കെ ഞങ്ങൾ കോപ്പി അടിച്ചിട്ട് ഏതെങ്കിലും ദിവസമൊക്കെ ഞങ്ങൾ അതുപോലെയൊക്കെ ചെയ്ത് നോക്കില്ല. അസലായിട്ട് പൂക്കളം ഇടും. അവർ ശരിക്കും പക്ക ട്രഡീഷണലായിട്ടാണ് അവർ ഇടാറുള്ളത്. രാജമ്മ ചേച്ചിയെ ഞങ്ങളുടെ നല്ലൊരു ചേച്ചിയായിരുന്നു, ഞങ്ങളുടെ അയലക്കായിരുന്നു. ഞാനും എൻ്റെ കൂട്ടുകാരികളൊക്കെ പാടെ പൂ പറിച്ചിടുന്നത്. പിന്നെ എല്ലാ ദിവസവും മത്സരമാണ്. മൂലത്തിൻ്റെ അന്ന് ചതുര പൂക്കളാണ് ഇടണം, 4 മൂലയ്ക്ക് അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. ഈ പൂക്കളം ഇടണേൽ വ്യത്യാസങ്ങളുണ്ട്. പൂക്കളം ഇടുമ്പോൾ നമ്മൾ ഓരോ ദിവസം ഇങ്ങനെ 3 മൂലം കഴിഞ്ഞാൽ പിന്നെ പൂക്കളങ്ങൾ കൂടി കൂടി വരും. തിരുവോണത്തിൻ്റെ അന്ന് തൃക്കാക്കരപ്പനെ ഞങ്ങൾ തൃക്കാക്കരപ്പനെ വിൽക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, തൃക്കാക്കരപ്പൻ എന്ന് പറഞ്ഞാൽ നമ്മൾക്കറിയോ, പണ്ടപ്പാപ്പ ചെയ്യാറില്ലേ ഇങ്ങനെ? അത് തന്നെ. അതിപ്പോ മരത്തിൻ്റെ ഒക്കെ കിട്ടും. ഞങ്ങൾ ഉണ്ടാക്കണത് ഈ പറമ്പിലൊക്കെ കുനിയൻ ഉറുമ്പുണ്ട്, കട്ടുറുമ്പ് ഇങ്ങനെ ഇങ്ങനെ കൂട്ടി കൂട് കൂട്ടാനായിട്ട് ഉള്ളിൽ നിന്ന് നല്ല മണ്ണാണ്, കല്ലില്ലാത്ത മണ്ണ് കിട്ടും. അത് മണ്ണ് വെള്ളം ഒഴിച്ച് കുഴച്ച് ഉരുട്ടി എടുത്തിട്ട് ഇങ്ങനെ അടിച്ചടിച്ചടിച്ച് ഇങ്ങനെ കോണ് മാതിരിയാക്കും. എന്നിട്ട് അത് വെയിലത്ത് വെച്ച് നല്ല ഷേപ്പിലാക്കിയിട്ട് വെയിലത്ത് വെച്ച് ഉണക്കി അരിമാവ് കൊണ്ട് ചുട്ടി കുത്തി ചിലവരിങ്ങനെ വരച്ചിടും, ഇങ്ങനെ നീളം വരയാക്കും. ചിലവരിങ്ങനെ കുത്തു. അയ്യോ, ആ കാലമൊക്കെ ഇങ്ങനെ ഓർക്കുമ്പോൾ ഇന്നും മധുരിക്കും ഓർമ്മകളെ. ഭയങ്കര ഓർമ്മകളാണത്. പക്ഷെ എൻ്റെ മക്കൾക്കൊന്നും, അമൃതയ്ക്കൊക്കെ പിന്നെയും അച്ഛയൊക്കെ പിന്നെയും ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. ഞങ്ങള് പൂവൊക്കെ പറിക്കാൻ പോവായിരുന്നു ബാപ്പു. മമ്മിയുടെ സമയത്തൊക്കെ മമ്മി സ്കൂളിൽ പോകുന്നതിന് മുമ്പ് പൂക്കൾ ഇട്ടിട്ടാ പോവാ. അപ്പൊ ഞങ്ങള് രാവിലെ ഒരു കൊട്ട, അമ്മാമ്മ പറഞ്ഞ പോലെ കൊട്ടയൊന്നും ഉണ്ടാവില്ല, പക്ഷെ പൂജാ റൂമിലുള്ള കൊട്ടയില്ലേ, ആ കൊട്ട എടുത്തിട്ട് ഞങ്ങള് പൂ പറിക്കണ ഒരു കൊട്ടയുണ്ട്. അതെടുത്തിട്ട് ഞാനും അബോണ്ടയും അടുത്ത നെയ്ബേഴ്സിന്റെ വീട്ടിലൊക്കെ ഉള്ള, അപ്പൊ ആരെങ്കിലും വന്നു കഴിഞ്ഞാല് പൂ പറിച്ചോണ്ട് പോകുന്നതിന് മുമ്പ് ഞാനും അബോണ്ട ഇറങ്ങും രാവിലെ തന്നെ. മുട്ടുകൾ പറിച്ചെടുക്കും. പ്രീവിയസ് ദിവസം പോയിട്ട് മുട്ട് പറിച്ചെടുക്കും. അപ്പൊ നെക്സ്റ്റ് ഡേ വിരിഞ്ഞിട്ടുണ്ടാവും. അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ മോർണിംഗിൽ ചെല്ലുമ്പോ നമുക്ക് കിട്ടൂല പൂവ്. അങ്ങനെ ഞാനും അബോണ്ടയും പോയിട്ട് കട്ടെടുക്കും. അതൊക്കെ അത് അങ്ങനത്തെ ഒരു ഓണക്കാലായിരുന്നു. തൃക്കാക്കരപ്പനയ്ക്ക് പൂവട, ആർപ്പോ വിളി അവസാന ദിവസം എന്ത് രസമാണെന്ന് അറിയാമോ. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഞാനതൊക്കെ എപ്പോഴും ഇങ്ങനെ ഓർക്കും. നമ്മുടെ അച്ഛനുള്ളപ്പോ ഇതൊക്കെ അച്ഛൻ ഒരു ട്രഡീഷൻ പോലെ ഇതൊക്കെ ചെയ്യുമായിരുന്നു. നമുക്ക് തുമ്പപ്പൂ ഉണ്ട്, വെള്ളത്താറാവ് പോലെ ഇരിക്കും. ഈ തുമ്പപ്പൂവിന് വേണ്ടിയിട്ട് പാവ സുരേഷ്, അമൃതൻ്റെ അച്ഛൻ,
പുള്ളിക്കാരനുണ്ടല്ലോ എവിടെ നിന്നൊക്കെയോ പോയിട്ട് തുമ്പ കുടം കൊണ്ടുവന്നിട്ട് ഓണത്തിന് മുമ്പേ നട്ടുവെക്കും ആ ശരിയാ ഓർമ്മയുണ്ട? നട്ടു വെക്കും. അപ്പൊ പിന്നെ ആ സമയത്ത് അതുമേന്നാണ് നമ്മള് എടുക്കണത്. ഒരു നമുക്ക് കിട്ടൂല അല്ലെങ്കിൽ പാവം അതങ്ങനെ ചെയ്യുന്നു. നമുക്ക് ഓർക്കുമ്പോ അത് അതിനാണ് സുരേഷിനാണ് ഈ ഓണത്തിന്റെ ഒരുക്കങ്ങളും വീട്ടുകാരൊക്കെ എല്ലാവരും കൂടണം. അതൊക്കെ ഭയങ്കര സന്തോഷമുള്ളത് അച്ഛനായിരുന്നു. അതിപ്പോ പറഞ്ഞിട്ടിപ്പോ എന്താ കാര്യങ്ങളൊക്കെ നമ്മുടെ സബ്ജക്റ്റിന് മാറണ്ട. അതെ അതെ. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. ഞാനത് അടിപൊളിയായിണ്ടല്ലോ പാപ്പുവേ. പാപ്പു പടം കാണിച്ചത് വേറെന്തോ ആർട്ടിസ്റ്റിക് സ്റ്റൈലില് നമ്മൾ കൂടുതലായി പോയതുകൊണ്ട് പോയതാണ്. അതെ. ഇവിടെ താഴെ ഇവിടെയും കണ്ട് എന്തോ പണി നടക്കേണ്ടതാണ് ഈ ഭയങ്കര ശബ്ദം. ഇനി അത് കഴിഞ്ഞിട്ട് മമ്മി കാണിക്കാം കേട്ടോ. ഓക്കെ. രസിക എപ്പടി ഇருக்கு? ആദ്യത്തെ കേരള உன்னோட ஃபர்ஸ்ட் ஓணம் தானே இது? முன்னாடி இது மாதிரி பண்ணிருக்கா? ஐயோ பூலி கேറി இருந்த ரசிகா. டே பூ மேல இருக்குது. பூல கை பிடிக்காதே. டிங் 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 டிங். ஆதித்த ஓணம் അല്ലേ? எப்படி இருக்கு? பிடிச்சிடுச்சா? இனி 10 நாள் இந்த மாதிரி போடணும். അതൊക്കെ രസികക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓടാനും ചാടാനും അവിടെ ഓടാനും ഇവിടെ സൈക്കിളിൽ ഓട്ടാൻ അതൊക്കെയാണ് ആശാത്തി ഭയങ്കര ഇഷ്ടമാണ്. 7 മണിയൊക്കെ ആവുമ്പോ ഞങ്ങള് സൈക്കിളിൽ പറഞ്ഞു അതിനൊക്കെ ആശാത്തി അപ്പൊ ഏകദേശം എല്ലാം കഴിയാറായി. ഇനി കുറച്ച് ക്ലീനിങ് ഒക്കെ ഉള്ളൂ. അപ്പൊ നമുക്കത് കാണാം. നമ്മുടെ മാസ്റ്റർ പീസ് കാണിക്കുന്നതിന് മുമ്പ് ഉണ്ടാക്കിയ ആൾക്കാരെ നിൽക്കല്ലേ. ഫസ്റ്റ് രസിക ചേച്ചി, പിന്നെ അമ്മമ്മ, ഞാനാണ് കട്ടർ, പിന്നെ ഞാൻ കട്ടർ. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി കാണാം. 3, 2, 1. ഗോപുരം ഉണ്ടാക്കുന്നു. 3, 2, 1. കനക്കല് അവിടെ ക്ലീനിങ് ഉണ്ട് ബാക്കി. നമുക്ക് കാണാം. 3, 2, 1. കുറച്ച് പനിയൊക്കെ പോയിട്ടുണ്ട്. ഞങ്ങള് ഡ്രോ ഒന്നും ചെയ്യാണ്ട് റഫായിട്ടാണ് ചുട്ടു ഇവിടെ കാണാൻ വന്നിരിക്കുന്നുണ്ട്. അപ്പൊ അത്തം 10-ന് പൊന്നോണം. അപ്പൊ ഇന്ന് അത്തത്തിന്റെ തുടക്കമായിട്ട് അറ്റം മുറ്റത്തെത്തി. അത്തം ഞാൻ ഈ പല്ലൊന്ന് ശരിയാക്കി വെച്ചിട്ടുണ്ട്. അത് കാരണം എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് സംസാരിക്കാനായിട്ട്. പിന്നെ ഞങ്ങളേക്കടെ കാലത്ത് അത്തം കറുക്കുക എന്ന് പറഞ്ഞാൽ അത്തത്തിൻ്റെ അന്ന് മഴ പെയ്താൽ ഓണം വെളുക്കുമെന്ന് പറയും. ഓണത്തിന് മഴ ഉണ്ടാകില്ല. അതൊക്കെ ഓരോ ലക്ഷണങ്ങൾ നോക്കിയിട്ട് അന്ന് പറയും. ഇപ്പം മഴ പെയ്ത ഓടി വന്ന് കുട വെച്ചു കൊടുക്കും. അത്രയും ഒരു ഭക്തിപൂർവമൊക്കെ ചെയ്യുന്ന ഒരു കാര്യമാണ്. അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും അത്തം നാളിലെ ഓണാശംസകൾ. അപ്പൊ